വാർത്തയിലേക്കാണ്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. സ്ഥാനാർത്ഥിത്വം പിന്നീട് പ്രഖ്യാപിക്കും. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതിയും നാളെ തിരുവനന്തപുരത്ത് ചേരും. പ്രശാന്ത് തോട്ടുക്കൽ വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ഒരുപക്ഷെ UDFന്റെ ആദ്യ സ്ഥാനാർത്ഥി ഏതാണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപനം അല്ലെങ്കിൽ പോലും അനൌദ്യോഗികമായി തീരുമാനമായിരിക്കുന്നു. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകുന്നു എന്ന ഏറ്റവും ഒരു വലിയ വാർത്തയാണ് നമുക്ക് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ചർച്ചയിലെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ്? UDFിൽ കേരള കോൺഗ്രസ് എമ്മിനാണ് ഈ സീറ്റ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. അങ്ങനെ കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ നിരവധി പേർ താല്പര്യം പ്രകടിപ്പിച്ച് കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൃത്യമായും ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി വേണമെന്ന കർശന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി ജെ ജോസഫ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് എന്നാണ് സൂചന. എന്തായാലും ഫ്രാൻസിസ് ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് തന്നെയാണ് ഉറച്ച ഒരു ഇതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നാളെ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാരി സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരും. ആ യോഗത്തിൽ വെച്ച് പി ജെ ജോസഫിനെ ഇതുമായി ബന്ധപ്പെട്ട ചില ചുമതലകൾ ഏൽപ്പിക്കും. ആ ചുമതലയ്ക്ക് ശേഷം സ്ഥാനാർത്ഥി ആരെന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും നിർണായകമായിട്ടുള്ള അജണ്ടയായിരിക്കും ആ യോഗത്തിൽ ചർച്ച ചെയ്യുക. അതിനുശേഷം ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥി. ഫ്രാൻസിസ് ജോർജ് എന്നൊരു ഒറ്റ പേരിലേക്കാണ് പി ജെ ജോസഫ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമെല്ലാം പിന്നീട് ഉണ്ടാകും. എന്തായാലും കോൺഗ്രസ് കേരളത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കോട്ടയത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായി പി ജെ ജോസഫിന് കേരള കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഫ്രാൻസിസ് ജോർജിനെ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും തീരുമാനം ഉന്നതാധികാര സമിതിക്ക് ശേഷം 2 ദിവസത്തിനകം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചനകൾ. എന്തായാലും കോൺഗ്രസിന്റെ കർശനമായിട്ടുള്ളൊരു നിർദ്ദേശം, ആ നിർദ്ദേശത്തിന് പി ജെ ജോസഫ് വഴങ്ങുകയിൽ അങ്ങനെയെങ്കിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതിന് തത്വത്തിൽ UDFിൽ എല്ലാവർക്കും സമ്മതമാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം തന്നെയാണ് ഇനി വരാനുള്ളത്. എന്തായാലും ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ കുറേ നാളുകളായി കോട്ടയത്ത് സജീവമായിട്ടുണ്ട്. കാരണം പൊതുപരിപാടികളിലും മറ്റിതര സംഘടനാ പരിപാടികളിലെല്ലാം തന്നെ സജീവമായി രംഗത്തുണ്ട്. ഫ്രാൻസിസ് ജോർജ് ആ ഘട്ടം മുതൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. കാരണം ഫ്രാൻസിസ് ജോർജിന് പാർട്ടി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, കോട്ടയം മണ്ഡലത്തിലടക്കം സഞ്ചരിക്കണമെന്നുള്ള നിർദ്ദേശം. എങ്ങനെയാലും പഴയ വ്യക്തിബന്ധങ്ങളെല്ലാം പുതുക്കി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളാണ് ഫ്രാൻസിസ് ജോർജ്. എന്തായാലും നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഉന്നതാധികാരി സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുമ്പോൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ട പ്രധാനപ്പെട്ട ചുമതല പാർട്ടി ചെയർമാൻ എന്ന നിലയ്ക്ക് പി ജെ ജോസഫിനെ ഏൽപ്പിക്കും. പി ജെ ജോസഫ് ഔദ്യോഗികമായി തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പിന്നീട് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രശാന്ത്, UDFിൽ തത്വത്തിൽ ധാരണയായിരിക്കുന്നു ഫ്രാൻസിസ് ജോർജ് എന്ന പേര്. പക്ഷേ പാർട്ടിക്കകത്ത് എന്താണ് സ്ഥിതി? നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണോ? ഏതായാലും പി ജെ ജോസഫ് എടുക്കുന്ന തീരുമാനത്തിന് എതിര് നിൽക്കില്ല എന്ന് തന്നെയാണ് നേതാക്കൾ എല്ലാവരും നൽകിയിട്ടുള്ള സൂചന. സ്ഥാനാർത്ഥി മോഹവുമായി KM മാണിയുടെ മരുമകൻ MP ജോസഫ്, അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് PC തോമസ്, ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ, ഒപ്പം മോൻസ് ജോസഫിന്റെ അടക്കം പേരുകളും ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിച്ചിരുന്നു. എന്നാൽ പി ജെ ജോസഫ് എന്ത് തീരുമാനമാണോ പാർട്ടിയെ സംബന്ധിച്ച് എടുക്കുന്നത് ആ തീരുമാനത്തിനൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് പോകുമെന്നായിരുന്നു ഈ നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പി ജെ ജോസഫിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേര് ഫ്രാൻസിസ് ജോർജിൻ്റെതാണ്. കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ നേരത്തെ ഇവിടെ നിന്നും കോട്ടയത്തിൻ്റെ MP ആയിരുന്നതാണ്. ഇത്തരത്തിലുള്ള നേതാക്കളുടെ എല്ലാം തന്നെ മനസ്സ് കൃത്യമായും ഫ്രാൻസിസ് ജോർജിന് ഒപ്പമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ. പി ജെ ജോസഫുമായി ഇത്തരത്തിൽ ചില കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചിരുന്നു. ഒപ്പം കോട്ടയത്തെ സംബന്ധിച്ച് UDFന്റെ ഉറച്ച കോട്ടയാണ് എന്നാണ് അവരുടെ അവകാശവാദം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൃത്യമായി നല്ല നിലപാടുകളുള്ള ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള തീരുമാനം കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. മാത്രമല്ല ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കണമെന്നുള്ള നിലപാടുകൾ മുന്നോട്ട് വെച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് PC തോമസിനടക്കം പേരുകൾ വന്നപ്പോൾ നേരത്തെ NDA സ്ഥാനാർത്ഥി ആയിട്ടുള്ള അല്ലെങ്കിൽ NDA പാളയത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത് UDFിലേക്ക് വരുമ്പോൾ വലിയ തരത്തിൽ പ്രചരണ രംഗത്ത് പാർട്ടി ഒറ്റക്കെട്ടായി പി ജെ ജോസഫിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നു. UDFിൽ തത്വത്തിൽ ധാരണയാകുന്നു. എത്രത്തോളം ജയസാധ്യതയുണ്ട്? മറുഭാഗത്ത് ഏത് രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്? NDAയും ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും സജീവമാകുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ സാധ്യത എത്രത്തോളമാണ് കോട്ടയത്ത്?
UDF-നെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിന്റെ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഇവിടെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളും UDF-ന്റെ പക്കലുള്ള മണ്ഡലമാണ്. UDF-ന്റെ ഉറച്ച കോട്ട തന്നെയാണ് കോട്ടയം എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഈ മണ്ഡലം രൂപപ്പെട്ട കാലം മുതൽ 12 തവണയോളം UDF-ന്റെ കൈവശമായിരുന്നു ഈ കോട്ട ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല പിറവം മണ്ഡലം ഇവിടേക്ക് ചേർക്കപ്പെടുകയും അത്തരത്തിൽ പൂഞ്ഞാറടക്കമുള്ള മണ്ഡലങ്ങൾ പത്തനംതിട്ടയിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ള സാഹചര്യം. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പൊതുവായിട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കടുത്തുരുത്തി അടക്കമുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ പാല അടക്കമുള്ള പ്രദേശങ്ങളിൽ അത് ഏറ്റുമാനൂരും വൈക്കവും ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളിലും വ്യക്തമായും ആധിപത്യം പുലർത്തുന്ന UDF ആണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയ സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് ജോർജും അല്ലെങ്കിൽ UDF-ഉം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് LDF-നെ സംബന്ധിച്ച് LDF രംഗത്തിറക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി നിലവിലുള്ള MP തോമസ് ചാഴിക്കാടൻ തന്നെയാണ്. പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചാഴിക്കാടിന് 100% മാർക്ക് നൽകുന്നു എന്നുള്ള അവകാശവാദവും LDF ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള MP ഫണ്ടുകൾ അടക്കം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ മണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചു പോകുന്നതിൽ തോമസ് ചാഴിക്കാടൻ വലിയ തരത്തിലുള്ള വിജയം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് LDF-ന്റെ വിലയിരുത്തൽ. മാത്രമല്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ, അതായത് ഈ സീറ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഈ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സീറ്റുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയെ മത്സരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള തോമസ് ചാഴിക്കാടിനെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ തരത്തിൽ നേട്ടം കൊയ്യാമെന്ന് സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. സ്ഥാനാർത്ഥിത്വം പിന്നീടാണ് പ്രഖ്യാപിക്കുക. പക്ഷേ ഏതാണ്ട് തത്വത്തിൽ ധാരണയായിരിക്കുന്നു. പ്രശാന്ത് ഓട്ടുങ്കലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.